കോഴിക്കോട് മാറാട് ഹിന്ദു കൂട്ടക്കൊല വീണ്ടും ചർച്ചയാകുമ്പോഴും ഇടത് വലത് മുന്നണികൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. CBI അന്വേഷണത്തെ എതിർത്തു. അക്രമ സംഭവങ്ങൾക്ക് കൂട്ടുനിന്ന ജിഹാദികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇരു മുന്നണികളും നടത്തിയത് എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KM ബാലകൃഷ്ണൻ പറയുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ നൽകിയ ഒരു മൊഴിയുണ്ട്. ഈ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള CBI അന്വേഷണത്തിനോട് CPM-ന്റെ അഭിപ്രായം എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, മാറാട് കൂട്ടക്കൊലയെക്കുറിച്ച് CBI അന്വേഷിക്കണ്ട എന്നുള്ളത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ്. ഇത് നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് അവർ ഈ കൂട്ടക്കൊല NDF-ന്റെ നേതൃത്വത്തിൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടന്ന സമയത്ത്, ആ കൂട്ടക്കൊല നടന്ന ആ സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ഭീകരവാദികളുടെ നിലപാടുകളെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്യുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ധാരാളം ഔട്ട്ഫിറ്റുകളുണ്ട്, അവർ ധാരാളം മനുഷ്യാവകാശ സംഘടനകളുണ്ട്, പരിസ്ഥിതി സംഘടനകൾ, നിരവധി സംഘടനകളുണ്ട്. അതിൻ്റെ ഒരു മനുഷ്യാവകാശ സംഘടന ഇതേ ആവശ്യം ഉന്നയിച്ച് കോഴിക്കോട് മാറാട് സന്ദർശിക്കുകയും ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തത് ഈ മാറാട് കൂട്ടക്കൊലയുടെ ചരിത്രത്തിൽ പത്രവാർത്തകളിൽ തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ നേതാക്കളും വന്ന് ഈ ആവശ്യവുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തുണ്ടായിരുന്നു. ശ്യാമപ്രസാദ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ശ്യാമ, ഈ ഹിന്ദു വംശഹത്യ, മാറാട് ഹിന്ദു കൂട്ടക്കൊല, ഈ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോഴും ജമാഅത്തെ എങ്ങനെയാണ് ഭീകരരെ പിന്തുണച്ചത്, അവർക്ക് എങ്ങനെ അവരുടെ പിന്തുണ ലഭിച്ചു, ഒപ്പം തന്നെ ഇടത് വലത് മുന്നണികൾ ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നുമുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്? രാഖി, മാറാട് കൂട്ടക്കൊല നടന്ന സമയത്ത് ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു ലേഖകൻ കൂടിയാണ് ജന്മഭൂമിയിലെ ബാലകൃഷ്ണൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രധാനപ്പെട്ട സംഗതികൾ തന്നെയുണ്ട്. അതായത് മാറാട് കൂട്ടക്കൊല നടന്ന സമയത്തും ഈ ഒരു സമയത്ത് അവിടെ എത്തിച്ചേർന്ന അന്ന് ഏക്കനെയും ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ, കുഞ്ഞാലിക്കുട്ടിയെ ആ സമയത്ത് തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശക്തമായ ഒരു വികാരം അവർക്കെതിരെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും കോൺഗ്രസ് നേതാക്കളെ അടക്കം തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നെല്ലാം തന്നെ ഇരകൾക്കൊപ്പം വന്ന് UDF വാദിക്കുമെങ്കിലും ആ വാദം ഇപ്പോഴും ശരിവെക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലാണ് UDF പോകുന്നത്. ഇപ്പോൾ മാറാട് ഈ കൂട്ടക്കൊലയുടെ ഇപ്പോഴത്തെ ഒരു വിവാദമുണ്ടാകാൻ കാരണം ഇത്തരത്തിൽ പോകുന്ന AK ബാലൻ്റെ ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവന ഇപ്പോൾ വരുമ്പോഴാണ് മാറാട് കൂട്ടക്കൊല വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. ഈ ഘട്ടത്തിൽ UDF ഇത്തരത്തിൽ ഇരകൾക്കൊപ്പമാണെന്ന് വാദിക്കുമ്പോഴും CPM പറയുന്നത് ഇത്തരത്തിൽ ഒരു അന്വേഷണം പോലും, പിന്നീട് വന്ന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സർക്കാർ പോലും ഇത്തരത്തിൽ CBI അന്വേഷണത്തിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഈ ഒരു മാറാട് കൂട്ടക്കൊലയിൽ ഇരകളായവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതായത് ഈ കൂട്ടക്കൊല നടക്കുമ്പോൾ, ഹിന്ദു കൂട്ടക്കൊല നടക്കുമ്പോഴേക്കും ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കം ഈ സംഭവത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും വീണ്ടും ഈ ഒരു വിഷയം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ചർച്ചയാകുമ്പോൾ ഇടത് വലത് മുന്നണികൾ തന്നെയാണ് അത് വീണ്ടും ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നതും. എന്തായാലും ഒരു വിഭാഗം ഈ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരാൻ താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. പ്രധാനമായും ഇത്തരത്തിലൊരു കലാപാഹനം കൂടി വന്നു കഴിഞ്ഞാൽ അത് ഇടത് വലത് മുന്നണികളുടെ പൊള്ളത്തരം അല്ലെങ്കിൽ പുറത്തു വരുമെന്നുള്ളൊരു ചൂണ്ടിക്കാണിക്കൽ കൂടി ഇത് പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും മാറാട് കൂട്ടക്കൊലയിൽ ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികൾ വാളും പരിചയമായി നിൽക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇവർക്ക് സഹായവുമായി എത്തിയത് അരയ സമാജമായിരുന്നു. ഈ അരയ സമാജത്തിനൊപ്പം തന്നെ സംഘവും വളരെയധികം നിശ്ചയദാർഢ്യത്തോടുകൂടി നിലകൊണ്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സുസ്ഥിരമായ സേവനം അവിടെ കാഴ്ചവെച്ചു. അതെല്ലാം തന്നെ തീരദേശവാസികൾ ഇന്നും സ്മരിക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ ഓരോ വാക്കുകളിലും എല്ലാം തന്നെ എഴുതുന്നുണ്ട്. അന്ന് BJP-യും ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കലാപത്തിന് അല്ലെങ്കിൽ തുടർ കലാപത്തിന് തടയിടാൻ അന്ന് സംഘവും ഒപ്പം തന്നെ അരയ സമാജവും BJP എല്ലാം തന്നെ തോളോട് ചേർന്ന് പ്രവർത്തിച്ചു എന്നതിൽ നേർസാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ബാലകൃഷ്ണന്റെ വാക്കുകളിലൂടെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയൊരു മാറാട് കലാപം ഉണ്ടായാൽ ഇടത് വലത് മുന്നണികളുടെ പൊള്ളത്തരം തന്നെയാകും തുറന്നു കാണിക്കുക എന്നുള്ള ഒരു ഭയം കൂടി ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾക്ക് വിരാമമിടണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നത്. രാഖി, മാറാട് ഹിന്ദു കൂട്ടക്കൊലയിലാണ്
മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. എന്തായാലും ജിഹാദികളെ തിരിച്ചു കൊണ്ടുവരാൻ, അക്രമ സംഭവങ്ങൾക്ക് കൂട്ടുനിന്ന ജിഹാദികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ശ്രമം ഇരു മുന്നണികളും നടത്തി എന്നുള്ള കാര്യം ഇടത് വലത് മുന്നണികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എം ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ശ്യാമപ്രസാദാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.